ഹായ് ഫ്രണ്ട്സ്. ഈ പുഴയും കടന്ന സീരിയലിൻ്റെ നാളത്തെ വിശേഷങ്ങൾക്ക് എവരെയും സ്വാഗതം. ഇന്ന് മുതൽ നാളത്തെ വിശേഷം അങ്ങനെ ഓരോ ദിവസം ഇട്ട് തുടങ്ങുന്നതാണ്. അതിനാൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഓരോരുത്തരും ആവശ്യപ്പെടുന്നു. അതിന് നിങ്ങളുടെ ഓരോരുത്തർ സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ടാണ്. അതിനാൽ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ജയപാലിൻ്റെ വീട് ഭയങ്കര ആഘോഷം നടക്കുകയാണ്. നമ്മുടെ അരവിന്ദനും ഫാമിലിയും അതുപോലെ മറ്റേ രാജേശ്വരിയും മകനും ഒക്കെ വന്നു. എന്നിട്ട് അതുകൂടെ ആ ഫാമിലിയിലുള്ളത് നമ്മുടെ വിനീതല്ലോ, വിശാലെല്ലാം കൂടി ചേർത്ത് ഭയങ്കര ആഘോഷം നടത്തും. കാരണം ഞാൻ പടക്കം പൊട്ടിക്കുന്നു, അതുപോലെ ഫുഡ്, അതുപോലെയുള്ള എല്ലാവരും ഭയങ്കര ഇരുന്ന് സൊറ പറയുക പറഞ്ഞാൽ ഭയങ്കര തമാശയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് പല പല കാര്യങ്ങളെല്ലാം പറയും. അതിലിപ്പോൾ രാജേശ്വരി മാത്രമാണ് ഇത്തിരി എതിർപ്പ് കാണിച്ച് നിൽക്കുന്നത്. ഈ നമ്മുടെ കാവേരി കാണിച്ചതായിട്ടുള്ള ആ മരങ്കയറ്റവും അതുപോലെ മറ്റേ കിരൺ മാധവനെ അടിച്ചതായിട്ടുള്ള സ്വഭാവം ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം തൻ്റെ ഹോട്ടലിൽ വന്ന തൻ്റെ റിസോർട്ടിൽ വന്ന ആൾക്കാരാണല്ലോ അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഭയങ്കര ഒരു ചെറിയ നെഗറ്റീവ് ക്യാരക്ടറായിട്ട് നമ്മുടെ രാജേഷ് നിൽപ്പുണ്ട്. എന്നിരുന്നാൽ പോലും ആഘോഷങ്ങളൊന്നും കുഴപ്പമില്ലാത്ത നമ്മുടെ ജയബാലൻ പറഞ്ഞ അത് വിട്ടുകള, അത് നീ വലിയ കാര്യമായിട്ട് എടുക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഇച്ചിരി സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം വരുമ്പോഴത്തേക്ക് ഈ നമ്മുടെ കാവേരി അരവിന്ദൻ പറയുന്നുണ്ട്, മോളെ കാവേരി കൈവച്ച് നീ പടക്കം പൊട്ടിക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അതനുസരിക്കാതെ, കാരണം ഇച്ചിരി തൻ്റെ ഇടം തന്നെ പറയാം, തൻ്റെ ഇടത്തോടെ അങ്ങനെ ഇറങ്ങി തിരിച്ച് ചെയ്യുവാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം പടക്കം പൊട്ടിച്ച് കുഴപ്പമില്ലാണ്ട് പോകുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് എറിഞ്ഞു വിടുന്ന പടക്കം നേരെ പോയത് നിവിൻ്റെ ദേഹത്താണ് വീഴുന്നത്. നിവിൻ്റെ ദേഹത്ത് വീണപ്പോൾ തന്നെ പൊട്ടി അവനാണ് ഒരു പരിക്ക് പറ്റുന്നുണ്ട്. അവിടെ നിവിന് പരിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നിവിനാണ് പെട്ടെന്ന് പടക്കത്തെ പേടിയും കൂടെ അല്ലേ. ആ സമയത്ത് നിവിൻ പടക്കം വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഓടി വരിക, പിള്ളേരെല്ലാം, അതായത് ഗംഗ, യമുന, കാവേരി, നീള, അതുപോലെ വിശാൽ, അപർണ, അങ്ങനെ എല്ലാവരും വരിക. അവിടെ നിന്ന് എല്ലാവരും വന്ന് ചുറ്റും ചോദിക്കുക എന്നാ സംഭവിച്ചെന്ന്. ഇവിടെ രാജേശ്വരി ആണെങ്കിൽ കലി പൂണ്ടിട്ട് നീ എന്തടി കാണിച്ചത് ഇവിടെ, കാരണം നിനക്കൊക്കെ ഒന്ന് നോക്കിയും കണ്ട് ചെയ്ത് കൂടെ എന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കൈ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. പടക്കം വീണല്ല, പൊള്ളിയിട്ടുണ്ട്. അത് ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ രാജേശ്വരി ചൂടായി അങ്ങനെ നിന്ന്. ഉടനെ നിവിന് ഓൾറെഡി ഇവളോട് കാവേരിയോട് ഒരു ഇഷ്ടമുണ്ടല്ലോ, അത് തുറന്ന് പറഞ്ഞാൽ അമ്മയോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ തന്നെ നിവിൻ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയ മുറിവില്ല, അത് കുഴപ്പമില്ല, സാരമില്ല, കാര്യമാക്കി എടുക്കണ്ടെന്ന് പറയുന്നത്. ഉടനെ തന്നെ കാവേരിയുടെ അമ്മ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, കാവേരി നിൻ്റെ കളി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ, കണ്ടവർക്കുള്ള കണ്ട ആ ചെറുക്കന് പറ്റിയ അപകടം കണ്ടോ, നീ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്തേ എന്നുള്ളത് ചോദിക്കുക. അതുകൊണ്ട് അരവിന്ദനും പറഞ്ഞു, മോളെ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, മോളെ നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആണ്. പക്ഷേ ജയബാലൻ പറയാം, അത് പോട്ടെ, കുഴപ്പമൊന്നുമില്ല, കാര്യമായിട്ട് എടുക്കണ്ട, കാരണം ഇത്തിരി മുറിവല്ലേ ഉള്ളത്, നമുക്ക് അത് അപകടം ഉണ്ടാകുന്ന അതെല്ലാം അത് വേണമെന്ന് പറഞ്ഞ് ചെയ്തല്ലോ, പിന്നെന്തിനാ അത് അവളെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് പ്രവീണയും പറയുന്നുണ്ട്, അത് വിട്ട് കളയാം, കുഴപ്പമില്ല, നമുക്ക് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് എടുത്തുകൊണ്ട് വരാൻ അകത്ത് പോയി ചെറിയ മരുന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തിയിരിക്കുമ്പോഴത്തേക്ക് വിനീതല്ലോ, സോറി, നമ്മുടെ നിവിൻ പറയുന്നുണ്ട്, പോട്ടെ, ആ കൊച്ചിനെ എന്തിനാ വഴക്ക് പറഞ്ഞാൽ, ആ കൊച്ചു അറിഞ്ഞ് ചെയ്തതല്ലോ, എന്തിനാ അതിനെ എല്ലാവരും ഇട്ട് ഇങ്ങനെ കൊല്ലുന്നതെന്ന്, വിട്ടുകളാന്ന് പറഞ്ഞാൽ ആ കൊച്ചിന് മോഹം കണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് അവളെ അങ്ങനെ ആരും കുറ്റപ്പെടുത്തേണ്ട, നിങ്ങൾ വിട്ടുകള എന്നുള്ള രീതി പറയുവാണ്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിവിൻ സ്വാഭാവികമായിട്ട് അവൾ നോക്കുമ്പോഴത്തേക്ക് അവൾക്ക് ചെറിയൊരു മനസ്സിലേക്ക് തോന്നുന്നു. പക്ഷേ അവൾ പേടിച്ച് പറിച്ച് നിൽക്കുക. പേടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും സംഭവിച്ചു പോയല്ലോ, അല്ലാതെ പേടിയൊന്നുമില്ല. നമ്മൾ തൻ്റെ ഇടയായിട്ടുള്ളൊരു നല്ലൊരു സൂപ്പർ ക്യാരക്ടറാണല്ലോ നമ്മുടെ കാവേരി. അങ്ങനെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ആഹാരം കഴിക്കാമെന്നുള്ള രീതിയിൽ അകത്തോട്ട് പോകും. പക്ഷേ കാവേരി മാത്രം പുറത്ത് നിൽക്കുക. കാവേരിയോട് എല്ലാവരും അകത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് കാവേരിയോട് നിവിൻ പറയുവാണ്, നിവിൻ വന്നിട്ട് പറയാം, താൻ എന്തിനാണോ ഇങ്ങനെ ഡെസ്പായിട്ട് നിൽക്കുന്നത്, എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, നീ ചെറിയ മുറിവിലുള്ള അതിപ്പം മാറിയല്ലോ, അത് കുഴപ്പമില്ല, താൻ ആഹാരം കഴിക്കാൻ വരാൻ പറയാം. ഉടനെ പറയാം, ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല വരണമെന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധമായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ നിവിനെ സഹായിക്കാൻ വരുന്നതായിട്ടുള്ള നമ്മുടെ വിശാലിനും നമ്മുടെ യമുനയും തമ്മിലുള്ള ചെറിയ റൊമാൻസ് സീനൊക്കെ എൻ്റെ അടുത്ത് നടക്കുന്നുണ്ട്.
അപ്പോൾ തന്നെ അകത്ത് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും കയറി ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും കാവേരിയാണ് വിളമ്പി കൊടുക്കുന്നത്. ഞാൻ വിളമ്പാന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇരിക്കുന്ന പറയും. എല്ലാവരും പ്രവീണ പറയും എല്ലാവരും ഇരിക്കും ഞാൻ വിളമ്പാന്ന് പറയുമ്പോഴത്തേക്ക് ആൻറ്റി ഇരിക്കും കുഴപ്പമില്ല ഞങ്ങൾ വിളമ്പിക്കോളാം എന്നുള്ള രീതി പറഞ്ഞ് കാവേരി പോയി ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരും. കാവേരി എന്തെങ്കിലും ഈ നമ്മുടെ നിവിൻ ഇരിക്കുന്നതുകൊണ്ട് നിവിൻ എന്തെങ്കിലും ഒരു ട്രീറ്റ് കൊടുക്കണം. ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ സെർവ് ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിയിലൊരു ഉദ്ദേശത്തോടെ അകത്തോട്ട് പോയി നിവിനല്ല കാവേരി പോയി ഫുഡ് എടുത്തുകൊണ്ട് വന്ന് എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് ഒറ്റ വീഴ്ച. അതായത് ഈ സാമ്പാർ നേരെ വീഴുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതായത് നമ്മൾ കറക്റ്റ് ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് തട്ടി വീഴുമ്പോഴത്തേക്ക് നേരെ ഈ സാമ്പാർ വീഴുന്നത് രാജേശ്വരിയുടെ ദേഹത്തോട്ട്. ഉടനെ രാജേശ്വരി ചോദിക്കും നീ എന്തടി കാണിച്ചത്, നീ കുറേ നേരമായിട്ട് തുടങ്ങിയിട്ട് നീ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചെയ്താണോ? കാരണം ഞാൻ കുറച്ച് മുമ്പെയാണ് എൻ്റെ മോൻ്റെ മേലെ പടക്കം പൊട്ടിച്ചെറിഞ്ഞത്, അത് മാറി തീർന്നില്ല. അതിൻ്റെ മുമ്പ് അത് കഴിഞ്ഞപ്പോൾ എന്താണ്ട് സാമ്പാർ ദേഹത്ത് ഏർപ്പിക്കുന്നത്. നിനക്ക് കണ്ണ് കാണത്തില്ല, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ വേണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതാണോ? നീ ഇങ്ങനെ തന്നെയാണോ? കാരണം നിനക്ക് ഇച്ചിരി തൻ്റെ ഇടം കൊടുത്തുകൊണ്ട് എല്ലാവരോടും കാണിക്കാൻ നിൽക്കണേ, എൻ്റെ ഫാമിലിയോട് കാണിക്കാൻ നിൽക്കേണ്ട. അത് നീ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. കാരണം കഴിഞ്ഞാൽ ഞങ്ങളെ കാണുമ്പോഴും നിനക്ക് എന്നൊരു വിദ്വേഷം പോലെ തോന്നുന്നുണ്ട്. നീ ഇവളെന്തിനാ ഇങ്ങനെ വന്നത്? ഇവളെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നല്ലോ. ഇതിപ്പോൾ വല്ലാണ്ട് വന്ന് കുഴി ചാടി പോലെ ഒരു അവസ്ഥയാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ രാജേശ്വരി പറയണം. അപ്പോൾ എല്ലാവരും അന്താളിച്ചു ഉടനെ ജയബാലൻ പറഞ്ഞിട്ട് രാജേശ്വരി അതിന്ന് ആ കൊച്ച് അറിയാണ്ട് ചെയ്തല്ലേ, ആ കൊച്ച് തട്ടി വീഴുന്ന നമ്മൾ കണ്ടതല്ലേ, ആ തട്ടി വീഴുന്നല്ല അവൾ വേണമെന്ന് പറഞ്ഞ് ചെയ്താണ്. രാജേശ്വരി പറയും. ഉടനെ ശാരദമ്മ പറയാം മോളെ നീ ശാരദമ്മ പറയും മോളെ നിനക്ക് നോക്കത്തില്ലായിരുന്നു പറയാം. അമ്മ ഞാൻ അറിയാണ്ട് എനിക്ക് പറ്റിപ്പോയതാണ് അമ്മ, കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറയുമ്പോഴത്തേക്ക് പ്രവീണ പറഞ്ഞു ആ കൊച്ച് വീഴുന്ന നമ്മൾ കണ്ടതാണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ. കാരണം നിവിൻ പറയുന്നുണ്ട് അമ്മേ എന്താ അമ്മ ഇത് കറിഞ്ഞൊന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുക. കാരണം പറഞ്ഞാൽ ആ കൊച്ച് വീണതാന്ന് നമ്മൾ കണ്ടതല്ലേ, അവളെ കണ്ടതൊന്നുമല്ല നമ്മൾ എന്ന് പറഞ്ഞ് എങ്ങനെ കണ്ടതാണ്? കാരണം ചുമ്മാ നീ ആവശ്യമില്ലാത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാവരും അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് അവൾ തന്നെ ഇത്രമാത്രം വലിയ പുള്ളിയാണോ? കാരണം അത് മാത്രമല്ല അവളുടെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്ക് എന്തിനാണ് ഈ ശാരദാമ്മയ്ക്കും ഇവളൊരു അബദ്ധം തന്നെയാണ്. അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ ജനിച്ചത് തന്നെ ഒരു അബദ്ധമാണ്. അരവിന്ദനും ശാരദാമ്മയ്ക്കും പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണിത്. അബദ്ധം എന്ന് പറഞ്ഞാൽ അബദ്ധം. ഇവളൊക്കെ ജനിക്കണ്ടായിരുന്നു, ഇവളൊക്കെ ഉള്ളതെടുത്ത് നശിച്ചു പോകത്തുള്ളൂ, നാരായണക്കല്ലാകത്തുള്ളൂ. ഇവള് കാരണം കൊണ്ട് ഇപ്പം എന്താണ് ഞാനിപ്പോൾ എൻ്റെ സമയമില്ല ആ സമയത്ത് ഇവിടെ വന്ന് എനിക്ക് എത്ര കസ്റ്റമറുണ്ട്, വിദേശികളായിട്ടുള്ള കസ്റ്റമറുണ്ട്, അവരെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് ഇച്ചിരി ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഫുഡ് എൻ്റെ ദേഹത്ത് തെറിപ്പിച്ചിട്ട് ഒരു സമാധാനമില്ല. ഇവിടെ പോകുന്നത് കഴിഞ്ഞാൽ ഇവള് കാരണം കൊണ്ടാണ് അവിടെ അടി ഉണ്ടാക്കിയിട്ടാണ് എൻ്റെ കസ്റ്റമർ കുറച്ച് പേര് അവിടെ എന്നോട് വൈരാഗ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇവർക്ക് അറിയത്തില്ല. ഇവള് കാരണം കൊണ്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി അവന്മാരിപ്പം എന്നെ കൊന്നിട്ടേ പോകത്തുള്ളൂ, എൻ്റെ റിസോർട്ട് ഇല്ലാതാക്കിയിട്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് വന്ന് കയറിയപ്പോഴും എനിക്ക് ഇവളെ പിടിച്ചില്ല. കാരണം അത്ര രീതിയിലാണ് ഇവള് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നാണെങ്കിൽ മരം കയറി, രണ്ടാമതാണെന്നുണ്ടെങ്കിൽ ആമ്പിള്ളേരെ തല്ലിയിട്ട്, കാരണം ഇവളെന്നെ ഗുണ്ടയോ, ഇവിടെ തന്നെ പോലീസ് ചേർത്ത് വിടുക, അത് അങ്ങനെ എങ്ങനെ എന്നുള്ള രീതി ഭയങ്കര ചാടിക്കുന്നുണ്ട്. അവിടെ അരവിന്ദൻ പറഞ്ഞത് രാജേശ്വരി നീ നിൻ്റെ വാക്ക് നിർത്ത്, കാരണം എൻ്റെ മോളെക്കുറിച്ച് അനാവശ്യം പറയരുത്. അവൾ തൻ്റെ അടുത്തുള്ള ആരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. അവൾ മരം കയറി എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു പരിപാടിയല്ലേ ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കാരണം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടം പറ്റുന്നത്. എങ്ങനെ നഷ്ടം പറ്റുന്നത്? നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ഒരു പെണ്ണിനെ കണ്ട ആമ്പിളരെ കയറി പിടിക്കുമ്പോഴത്തേക്ക് ആണുങ്ങൾക്ക് തൻ്റെ ഇടമില്ലാത്ത ആണുങ്ങൾ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാണ്. ആ പെണ്ണ് വല്ല ആത്മഹത്യ ചെയ്യാതെ വല്ല അവന്മാരെ വല്ലതും ചെയ്തിട്ട് ആ പെണ്ണ് വല്ല ആത്മഹത്യ ചെയ്യില്ല. നിങ്ങളുടെ സ്ഥാപനത്തിന് കേടുണ്ടാകത്തുള്ളൂ, നിങ്ങളുടെ സ്ഥാപനം തന്നെ നശിച്ചു പോകത്തുള്ളൂ. നിങ്ങളുടെ സ്ഥാപനം സീല് വെക്കേണ്ട ഒരവസ്ഥയുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നും പറയരുത് കേട്ടോ എൻ്റെ മോളെ കുറിച്ചെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ വാ മോളെ എന്ന് പറഞ്ഞ് വിളിച്ച് എല്ലാവരും എഴുന്നേക്കെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് പിണങ്ങി ഇറങ്ങുന്ന രീതിയാണ് രാജേശ്വരി പിണങ്ങുന്ന. അവിടെ ജയബാലൻ പറഞ്ഞ് ഇപ്പോൾ അരവിന്ദ പോട്ടെ കുഴപ്പമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അരവിന്ദനോട് പറയുക ഇല്ല ജയബാല ഞാൻ പോവാം, ഞാൻ എൻ്റെ പിള്ളേരും പോവുക, കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നീ നിങ്ങളുടെ അനിയത്തിയും പണം കണ്ട് വരും, ഞങ്ങൾ കാരണം കൊണ്ട് ഒരു വിഷയം ഉണ്ടാകാത്തത്. ഉടനെ നിവിൻ പറയുക അമ്മ എന്തോ അമ്മ ഈ പറയുന്നത്, കാരണം ഒരു കൊച്ചിനെ കുറിച്ച് അനാവശ്യം പറയുന്നത്. കാരണം എന്താ ആ കൊച്ചിനെ ഒന്നും ചെയ്തിട്ടില്ല, ആ കൊച്ച് അറിയാണ്ട് പടക്കം പൊട്ടിച്ചു, അതുപോലെ ഒന്ന് വീണ് സാമ്പാർ താഴെ വീണ്, ശരിയാണ്, അതൊക്കെ ക്ഷമിക്കാനുള്ള കാര്യമുള്ളൂ. അമ്മ ഈ പറഞ്ഞു പിടിപ്പിച്ചതൊക്കെ എന്തൊക്കെയാണ്, ഒരു കൊച്ചിനെ കുറിച്ചുള്ള അനാവശ്യം പറയുന്നത് എന്തൊക്കെയാണ് അമ്മ എന്നൊക്കെ പറയുന്നുള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അവരിറങ്ങിപ്പോയി കഴിഞ്ഞ് ലാസ്റ്റ് ആകെ ഡസ്പായി, അത് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക നമ്മുടെ
കാവേരി. അപ്പോൾ അന്ന് വൈകിട്ട് രാത്രി കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് കാവേരി സഹികെട്ട് പറഞ്ഞ് എല്ലാവരും കൊണ്ട് കുറ്റപ്പെടുത്തി, എല്ലാവരും കൊണ്ട് ആ സ്ത്രീ പറഞ്ഞ് അതായത് രാജേശ്വരി പറഞ്ഞായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. ഞാനൊരു നാശമാണ്, ഞാൻ പിറക്കണ്ടായിരുന്നു, 4 മക്കളിൽ ഞാൻ മാത്രമാണ് ഇവിടെ നാശമായിട്ടിരിക്കുന്നത്, ബാക്കി എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, ബാക്കി എല്ലാവരെയും കൊണ്ട് അച്ഛനോ അമ്മയ്ക്കോ ആർക്കും ഒരു കുഴപ്പമില്ല, ഞാൻ ഈ നാട് നിങ്ങളെ പോയി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടല്ലേ എൻ്റെ ആവേശം. ഞാൻ എൻ്റെ അപ്പനെ അമ്മേനെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശമല്ല, പക്ഷെ എന്നാലും അവർ കാണിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പക്ഷേ എല്ലാവരും സന്തോഷിക്കുന്ന ഓർത്താണ്, ഞാൻ ആരെയും അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താ ഇങ്ങനെ സംഭവിക്കും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അരവിന്ദൻ വാ മോളെ ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വേണ്ട അച്ഛാ, കാരണം എനിക്ക് പിന്നെ വിശക്കുന്നില്ലെന്ന് പറയുമ്പോൾ അങ്ങനെ പറ്റത്തില്ല, കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. ഉടനെ എല്ലാവരും അതായത് ശാരദയും പറയുന്നുണ്ട് കഴിക്കുമോളെ എന്ന് പറയുമ്പോഴത്തേക്ക് കഴിക്കത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നീ കഴിച്ചില്ലെങ്കിൽ ഇവിടെ ആരും കഴിക്കത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് പറയും ഇല്ല എനിക്ക് വേണ്ടെന്ന് പറയും. പിന്നെ അനിയത്തിമാരും ചേച്ചിയൊക്കെ വന്നിട്ട് പറയും കഴിക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവളവിടെ പോയി ഇരിക്കുന്നുണ്ട്, അവൾ പിണങ്ങിയിരിക്കുക. അപ്പോൾ പിന്നെ ശാരദ പറഞ്ഞു നീ എന്തെങ്കിലും കാണിക്കുക, കാരണം ഞാൻ നീ ഇത്തിരി നിന്നോട് അച്ഛൻ പറഞ്ഞതല്ലേ പടക്കം എറിഞ്ഞ് പൊട്ടിക്കരുന്ന് പറഞ്ഞതല്ലേ, നീ എന്നിട്ട് കേട്ടോ, അത് കേട്ടില്ല നീ. എന്നിട്ട് ആ ചെറുക്കൻ്റെ ദേഹത്ത് അതാണ് അച്ഛൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ആ ചെറുക്കൻ്റെ ദേഹത്ത് പടക്കം വീഴത്തില്ല, ഇത്രയും വിഷയം ഉണ്ടാകത്തില്ല, നമ്മളവിടെ നിന്ന് ഇറങ്ങി വരേണ്ട വരത്തില്ലായിരുന്നു, ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലെന്ന് പറയും. ഉടനെ അരവിന്ദൻ പറയുക നീ എന്തിനാ ആവശ്യമില്ല അതിൻ്റെ കൊച്ചിനെ കുറ്റപ്പെടുത്തുന്നത്, നീ പൊക്കയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അരവിന്ദൻ ചെന്ന് ചോറെടുത്തുകൊണ്ട് വരിക, ചോറെടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ കൊച്ചിക്കുക, എൻ്റെ അച്ഛൻ്റെ കള്ളിപ്പെണ്ണ് എന്ത് ചെയ്യും, കാരണം ഞാൻ അച്ഛൻ്റെ പൊന്നാരമോൾ എന്ത് ചെയ്യും, എൻ്റെ അച്ഛൻ്റെ തങ്കക്കൂടം എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ മോക്ക് ഇതാണ് ഇത്തിരി ചോറ് കഴിച്ചെന്ന്. അപ്പം ഇങ്ങനെ ചോറ് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉരുട്ടി എടുത്തോട്ട് വരുമ്പോഴത്തേക്ക് യമുന വന്ന് ആദ്യം കഴിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ ഗംഗ വന്ന് കഴിക്കുന്നുണ്ട്, അതിന് പുറകെ യമുന കഴിക്കുന്നു, നിങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്. അതിന് മാറി എൻ്റെ കൊച്ചിന് കൊടുക്കട്ടെ, എൻ്റെ കൊച്ചിന് കൊടുക്കട്ടെ എന്നുള്ള രീതി പറഞ്ഞ് നേരെ വരിക. ഉടനെ നമ്മുടെ കാവേരി എടുത്ത് പറയാം മോളെ പറന്ന് കേക്ക് കഴിക്കുമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ ഉരുട്ടി കൊടുക്കും. എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ചേരുക, എന്നിട്ട് പറയാം മോളെ പോട്ടെ അതൊന്നും വിട്ടുകള, കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര കാശുകാരുള്ള കുടുംബത്തിലുള്ള, അപ്പോൾ അവർക്ക് ചെറിയായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങനെയായിട്ട് രീതിയിലുള്ള സ്വഭാവത്തിൽ അവർ അങ്ങനെ ചെയ്തു പോകും, അവരങ്ങനെ ആണ്. അതുകൊണ്ട് നമ്മളതിൽ കാര്യമായിട്ട് എടുക്കണ്ട, മോള് അത് വിട്ടുകള എന്ന് പറയുമ്പോൾ ശരി അച്ഛാ എന്ന് പറയുമ്പോൾ മോളെ കഴിക്കുന്ന പറയുമ്പോൾ പിന്നെ അച്ഛൻ തന്നാൽ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വാരി കൊടുക്കുവാണ്. അത് കഴിഞ്ഞുകൊണ്ട് എല്ലാവരും അമ്മയും വന്ന് വല്യമ്മയെല്ലാം വന്ന് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ സന്തോഷത്തിലൊരു ദിവസം നിമിഷങ്ങളാണ്. കാരണം അത്ര രീതിയിൽ എല്ലാവരും മാറി കാവേരി എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുടുംബത്തിൻ്റെ ഒരു നെടുന്തൂണാണ്. അത്ര രീതിയിൽ തൻ്റെയോടുള്ളൊരു പെണ്ണാണ്. അവൾ മാറി നിന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. പിന്നെ എല്ലാവരും ഇപ്പം കാവേരി ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് നിൽക്കുന്നു. അത് ആ സീനാണ് നമ്മൾ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അതിനാൽ വ്യൂവേഴ്സ് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. കൂടുതലായിട്ട് ഈ വീഡിയോ കൂടുതലായിട്ട് നല്ല രീതിയിൽ ചെയ്യാനും മുമ്പോട്ട് പോകാനും നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.